നമ്മൾ ഈ കാണുന്നത് കടുവ അതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറിയായ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് ഇന്നത്തെ യാത്ര. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമാണ് ആറളം സാങ്ച്വറിയിലേക്കുള്ളത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ സംരക്ഷിത വനമേഖലയാണ് ഈ വന്യജീവി സങ്കേതം. ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ് ഈ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. 5 പേരടങ്ങുന്ന സംഘത്തിന് 500 രൂപയാണ് പ്രവേശന ഫീസ്. ഒരു ഫോറസ്റ്റ് ഗൈഡ് യാത്രയിലുടനീളം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. 1300 രൂപ കൊടുത്താണ് ഞങ്ങൾ ഈ ജീപ്പ് സഫാരി തരപ്പെടുത്തിയത്. പോകുന്ന വഴിയിൽ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് മലബാർ ജെയിന്റ് സ്ക്വയർ അഥവാ മലയണ്ണാനെയാണ്. പിന്നീട് ഞങ്ങളുടെ ഗൈഡ് രാമേട്ടൻ ഇത് കടുവ അതിന്റെ ടെറിട്ടറി മാർക്ക് ചെയ്തതാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. കടുവയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശം തന്നെയാണിത്. വനമേഖലയിലൂടെയുള്ള യാത്രകൾ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. 2 കിലോമീറ്റർ വരെ സ്വന്തം വാഹനത്തിൽ ഈ കാട്ടിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. പിന്നീട് ഒരു മരത്തിന്റെ മാളത്തിൽ നിന്ന് ഇരതേടി ഇറങ്ങുന്ന ഒരു ഉടുമ്പ് എന്റെ കണ്ണിൽപ്പെട്ടു. 7 കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്ത് ഒരു വാച്ച് ടവറിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വാച്ച് ടവറിൽ നിന്ന് ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ കഴിയും. ചുറ്റും ഹനുമാൻ കുരങ്ങുകളും കരിങ്കുരങ്ങുകളും പലതരം പക്ഷികളുമാണ്. ബേർഡ് വാച്ചിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഈ പ്രദേശം നല്ലൊരു ഓപ്ഷനായിരിക്കും. എന്റെ ഭാര്യയുടെ കൂടെ പോയ ഒരു ഫോറസ്റ്റ് സഫാരിക്കും ആനകളെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും അതുതന്നെയായിരിക്കും ഗതി എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അപ്പോഴാണ് രാമേട്ടൻ അതൊക്കെ വെറുതെയാണ്, ഇത്തവണ എന്തായാലും കാണാൻ പറ്റും എന്ന് ഉറപ്പു തരുന്നത്. പക്ഷേ ആനയുടെ പിണ്ടമല്ലാതെ വേറെ ഒന്നും തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഭാര്യ സിംഹരാശിയാണോ എന്ന് അദ്ദേഹം ഒരു ചിരിയോടെ എന്നോട് ചോദിച്ചു. പിന്നീട് വീണ്ടും ഞങ്ങൾക്ക് മലയണ്ണാനെ കാണാൻ കഴിഞ്ഞു. തോണി നിർമ്മിക്കാനായി ഈ മരം ഉപയോഗിക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ഏറുമാടം വളരെ മനോഹരമാണ്. കുറെ സമയം ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. ധാരാളമായി ചിത്രശലഭങ്ങൾ കാണുന്ന ഒരു മേഖല കൂടിയാണിത്. 260-ൽ പരം ചിത്രശലഭ വർഗ്ഗങ്ങൾ ഇവിടെയുണ്ടത്രേ. കേരളത്തിലെ ചിത്രശലഭങ്ങളിലെ 80% ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ പുഴയോരത്ത് കാറ്റുകൊണ്ട് കാടിനെ അറിഞ്ഞ് കുറച്ചു സമയം ഞങ്ങൾ ചിലവഴിച്ചു. വഴിയിൽ വീണ മരച്ചിലകളെല്ലാം ഇദ്ദേഹം അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ചിത്രശലഭങ്ങൾ ഇത്തവണ അധികമൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കണ്ണൂരിൽ ഒരു 1 ഡേ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആറളം നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. യാത്രകൾ തുടരും.